CPM പ്രതിനിധി അരുൺകുമാറിലേക്ക് പോകുന്നതിന് മുൻപ് ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു വിമർശനം നമുക്ക് കേട്ടു തുടങ്ങാം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇങ്ങനെയാണ്: എല്ലാവരോടും കടക്കൂ പുറത്ത് എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനോട് കേരളത്തിലെ ജനങ്ങൾ ഒരുമിച്ച് പറയാൻ പോവുകയാണ്, കടക്കൂ പുറത്തെന്ന്. അതാണ് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. അഡ്വക്കേറ്റ് കെ അരുൺകുമാർ ആണോ കേരളം പറയുമോ കടക്കൂ പുറത്ത് എന്ന്? ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനോട് തുടരൂ, വീണ്ടും തുടരൂ, വീണ്ടും വീണ്ടും തുടരൂ എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ഒരേ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളെ എതിർക്കുന്നവർ, ഞങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് എപ്പോഴും വിമർശിച്ചുകൊണ്ടിരുന്നവരടക്കം ഞങ്ങളാണ് ശരി, LDF ആണ് ശരി, സഖാവ് പിണറായി വിജയനാണ് ശരി എന്ന് ആവർത്തിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. പ്രത്യേകിച്ച് സമുദായ സംഘടനാ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നല്ല, എതിർത്തുകൊണ്ടിരുന്ന, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിരുന്ന, അതുപോലെ തന്നെ വിമർശിച്ചുകൊണ്ടിരുന്ന എല്ലാവരെയും ഞങ്ങളോടൊപ്പം കൂട്ടാൻ കഴിഞ്ഞു എന്നതാണ് ഈ 9.5 വർഷത്തെ ഭരണത്തിന്റെ ഏറ്റവും വലിയ നേട്ടം. കാരണം വിമർശിക്കാൻ ഒന്നുമില്ലാത്തവരായി ഞങ്ങളെ വിമർശിച്ചു കൊണ്ടിരുന്നവർ മാറി. അത് ഏറ്റവും നല്ല ലക്ഷണമായിട്ട് ഞങ്ങൾ കാണുന്നു. പക്ഷെ അത് ഒരിക്കലും ഒരു അഹങ്കാരത്തിന്റെ ലാഞ്ചന ഞങ്ങളിലില്ല. കൂടുതൽ കൂടുതൽ വിനയാന്വിതരായി ജനങ്ങൾക്കൊപ്പം നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി, കൊടുത്ത വാക്ക് കൃത്യമായി പാലിച്ച് ആ കാര്യങ്ങൾ കൂടുതൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തി എന്തെങ്കിലും കുറവുകൾ ചൂണ്ടിക്കാണിച്ചാൽ അതും നടപ്പാക്കാനുള്ള കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവാദിത്ത ബോധത്തോടെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, 600 കാര്യങ്ങളാണ് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. അതിൽ 580 കാര്യങ്ങൾ പൂർത്തീകരിച്ചു, 10-20 കാര്യങ്ങൾ അണ്ടർ പ്രോസസ്സിലാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ 2021 ഞങ്ങൾ പ്രകടന പത്രിക ഇറക്കി. ആ സമയത്ത് നമുക്കറിയാം, ഒരു ഭാഗത്ത് ഓഖി ദുരന്തം, നിപ വൈറസ്, നൂറ്റാണ്ടിലെ മഹാപ്രളയം, 2019 പ്രളയം, കോവിഡ് 1ാം ഘട്ടം, 2ാം ഘട്ടം, 3ാം ഘട്ടം, അങ്ങനെ 5ഓളം പ്രകൃതി ദുരന്തങ്ങൾ നമ്മെ വേട്ടയാടി. മറുഭാഗത്ത് CBI, NIA, ED, കസ്റ്റംസ്, ആദായ നികുതി വകുപ്പ്, അങ്ങനെ നിരവധി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നമ്മെ വേട്ടയാടി. ആ വേട്ടയാടുമ്പോഴും എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട് ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിച്ചു. 2021 900 കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ പ്രകടന പത്രികയായിട്ട് അവതരിപ്പിച്ചു. ആ പ്രകടന പത്രികയിൽ ഉൾപ്പെട്ട പല കാര്യങ്ങളും ഇതൊക്കെ നടക്കുമോ എന്ന് ചോദിച്ച് ഞങ്ങളെ കളിയാക്കിയവരുണ്ട്, വിമർശിച്ചവരുണ്ട്. ഇപ്പോൾ 2ാം പിണറായി സർക്കാരിന്റെ 4ാം പ്രോഗ്രസ് റിപ്പോർട്ട് കഴിഞ്ഞ മെയ് മാസം 23 പുറത്തിറക്കിയപ്പോൾ 739 കാര്യങ്ങൾ പൂർത്തീകരിച്ചതായി ഞങ്ങൾ ജനങ്ങളെ അറിയിച്ചു. ബാക്കി കാര്യങ്ങൾ ഈ 6 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്നും ജനങ്ങളെ കൃത്യമായിട്ട് തന്നെ ബോധിപ്പിച്ചു. ഉയർന്ന വിവാദങ്ങൾ ഈ സർക്കാരിന്റെ രാഷ്ട്രീയമായ പ്രതിച്ഛായ ബാധിച്ചിട്ടില്ലേ? സർക്കാർ കേന്ദ്രത്തിന് കീഴടങ്ങി എന്ന ഒരു വലിയ ചർച്ച ഇപ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തിലില്ലേ? അത് ഒടുവിൽ CPM സമ്മതിക്കേണ്ടി വന്നില്ലേ? മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ, മുന്നണിയിൽ പോലും ചർച്ച ചെയ്യാതെ, CPI പോലും വിശ്വാസത്തിലെടുക്കാതെ എടുത്ത തീരുമാനം രാഷ്ട്രീയമായി നിങ്ങൾക്കൊരു വലിയ തിരിച്ചടിയാവില്ലേ? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ നിങ്ങളുടെ ഒരു ക്രെഡിബിലിറ്റി അത് പിടിച്ചുലച്ചിട്ടില്ലേ? ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ ഖജനാവിൽ പൂച്ചപറ്റി കിടക്കുമ്പോഴും വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് തിരഞ്ഞെടുപ്പിന്റെ കുപ്രചരണമല്ല എന്ന് ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും എന്ന ചോദ്യം പ്രസക്തമാണ്. കെ അരുൺകുമാർ, ഈ പ്രതിപക്ഷ നേതാവൊക്കെ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആകണം എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ അപമാനിക്കുകയല്ല. ഈ രാജ്യത്ത് സംസ്ഥാനങ്ങളുടെ കടത്തിന്റെ തോത് പരിശോധിച്ചാൽ ആദ്യത്തെ 15 സംസ്ഥാനങ്ങളിൽ കേരളം ഇല്ല എന്നും, കേരളത്തിന്റെ വരുമാനം കൂടിയെന്നും, നികുതി വരുമാനം കൂടിയെന്നും, കടത്തിന്റെ തോത് കുറഞ്ഞുവെന്നും, ചിലവ് കുറഞ്ഞുവെന്നും, കേരളത്തിന്റെ മിച്ചം വർദ്ധിക്കുന്നുവെന്നും, കേന്ദ്രത്തിന്റെ കടവുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ പകുതിയിൽ താഴെയാണ് കേരളത്തിന്റെ കടത്തിന്റെ വർധനവിന്റെ ശതമാനം എന്നുമെല്ലാം പകൽ പോലെ അത്യാവശ്യം പത്രം വായിക്കുന്നവർക്ക് ബോധ്യമുണ്ട്. എന്നിട്ടും പല കാര്യങ്ങൾ പറഞ്ഞ് നുണപ്രചരണം നടത്തുന്നത് നമ്മൾ കാണുകയാണ്. ഒറ്റ കാര്യം നമുക്കറിയാം, പലതരത്തിൽ കേരളത്തെ അങ്ങ് വലിഞ്ഞു മുറുക്കാൻ ശ്രമിച്ചു. നികുതികൾ കൃത്യമായി കേരളത്തിന് അർഹതപ്പെട്ട നികുതി വിഹിതം വെട്ടിക്കുറച്ചു, കേന്ദ്ര പദ്ധതികൾ കൃത്യമായിട്ട് അവഗണിച്ചു, ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിച്ചു, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് തകർക്കാൻ ശ്രമിച്ചു. പക്ഷേ ഈ ശ്രമങ്ങളെയെല്ലാം എത്ര ഗംഭീരമായിട്ടാണ് നമ്മൾ അതിജീവിച്ചത്. നമ്മൾ ഡൽഹിയിൽ പോയി അത് വലിയ സമരം നടത്തി, നിയമപോരാട്ടം നടത്തിയപ്പോൾ സുപ്രീം കോടതി എന്താ പറഞ്ഞത്? പോരാട്ടങ്ങളെല്ലാം PMCയിൽ കൊണ്ടുവച്ച് നിങ്ങൾ തലവെച്ചു കൊടുത്തതോടെ ആ വിശ്വാസ്യത നശിപ്പിച്ചു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇല്ല, പ്രതിപക്ഷത്തിന് എന്തിനേയും എതിർക്കുന്ന പക്ഷമായി തുടരാം. പക്ഷെ ജനങ്ങൾക്ക് ഇതിന്റെ കൃത്യമായ നീതിബോധത്തോടെ തന്നെയാണ് ജനങ്ങൾ ഈ വിഷയത്തെ കാണുന്നത്. ഇപ്പൊ PM ഉഷ നടപ്പാക്കി, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെല്ലാം കേന്ദ്ര പദ്ധതിയായ PM ഉഷ നടപ്പാക്കി. പക്ഷെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ സറണ്ടർ ചെയ്തോ കേന്ദ്ര ഗവൺമെന്റിന് മുന്നിൽ?
ഇവിടെ പാഠപുസ്തകങ്ങൾ അമെൻഡ് ചെയ്യാനും ഇന്നത് ഉൾപ്പെടുത്താനും എല്ലാം എത്രയോ വലിയ ശ്രമം നടന്നു. നമ്മൾ സറണ്ടർ ചെയ്തോ? NHുമായി ബന്ധപ്പെട്ടുകൊണ്ടും വലിയ നിബന്ധന കേന്ദ്രം വച്ചില്ലേ? ഏതെങ്കിലും തരത്തിൽ ഈ കേരളം സറണ്ടർ ചെയ്യുന്ന കാര്യമുണ്ടായോ? 4,60,000 വീട് കൊടുത്തു എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ടല്ലോ. വിലപ്പോവില്ല എന്നാണ്. Debate with Dr. Arun Kumar.